Dear students, good morning to all. Let us start our first module in basic accounts, that is Introduction to Accounting. നമ്മൾ അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇൻ ദിസ് നമുക്കറിയാം അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻ എസെൻഷ്യൽ വൺ ആണ് ഇൻ ദി ബിസിനസ് ഓർഗനൈസേഷൻസ്. സോ accounting, every transactions will be recorded in the accounts. അതുകൊണ്ട് തന്നെ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ബിസിനസ്സിൽ ഒരുപാട് ട്രാൻസാക്ഷൻസ് അണ്ടർടേക്കൺ ചെയ്യും. അതായത് പർച്ചേസിങ്, സെയിൽസ്, മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നതും സെയിൽസ് ചെയ്യുന്നതും ഒരുപാട് കാര്യങ്ങൾ. അത് നമ്മൾ ലാസ്റ്റ് നമുക്ക് എത്രത്തോളം പ്രോഫിറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റ് ഈക്വൽ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, എവറി ഇയർ വി വിൽ ബി ഫൈൻഡ് ഔട്ട്. ബിസിനസ്സിൽ അത് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അക്കൗണ്ടിങ് അല്ലെങ്കിൽ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി എസെൻഷ്യലാണ്. In a business having a large number of transactions, the trader cannot rely on his memory much. നമുക്കറിയാം ഒരുപാട് ട്രാൻസാക്ഷൻസ് ഡേ ബൈ ഡേ പെർ മന്ത് ഇയർലി അണ്ടർടേക്കൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈച്ച് ട്രാൻസാക്ഷൻസ്, ഏത് ഇടപാടുകളും എന്ത് ചെയ്യണം, അത് റെക്കോർഡ് ചെയ്യപ്പെടണം. Thus it becomes to quite essential to maintain proper records of all transactions. അതുകൊണ്ട് തന്നെ എല്ലാ ട്രാൻസാക്ഷൻസും എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്യണം. അത് അക്കൗണ്ടൻ്റ് എന്ത് ചെയ്യണം, അത് കീപ്പ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഒരു ബിസിനസ് ഓർഗനൈസേഷന് എത്രത്തോളം പ്രോഫിറ്റ് ഉണ്ട്, അത് പ്രോഫിറ്റിലാണോ പോകുന്നത്, ലോസ് ആണോ എന്നുള്ളതൊക്കെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പ്രോപ്പർ മെയിൻ്റനൻസ് ഓഫ് അക്കൗണ്ട്സ് ഈസ് വെരി എസെൻഷ്യൽ ഇൻ ദി ബിസിനസ്. Okay, the art of recording all business transactions in a chronological and systematic manner in proper set of books is termed as bookkeeping. എല്ലാ ട്രാൻസാക്ഷനും നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് കീപ്പ് ചെയ്യുന്ന ഈച്ച് ആൻഡ് എവരി ട്രാൻസാക്ഷൻ എന്തൊക്കെയാണ് ഓരോ ദിവസങ്ങളിൽ വരുന്നത്, ഇപ്പോൾ മന്ത് ഇയർലി കറക്റ്റായിട്ട് അത് റെക്കോർഡ് ചെയ്യുന്ന ആ ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ്സിനെ പറയുന്ന പേരാണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അക്കൗണ്ട്സിൽ ഇതിൻ്റെ ഒറിജിൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്ന ഒരു രീതിയിലായിരുന്നു വന്നിരുന്നത്. എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുക, ഈ റെക്കോർഡ്സിൽ നമ്മൾ കീപ്പ് ചെയ്യുന്നു. അതിന് പറയുന്ന പേരാണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. അത് പ്രോപ്പർ ഒരു ബുക്സ് ആക്കിയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നു. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദി അക്കൗണ്ടിങ്. ദെൻ മോഡേൺ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്, ഇന്ന് നിലവിലുള്ള അക്കൗണ്ടിങ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ലൂക്ക പാസിയോളിയാണ്. ഹി ഈസ് ആൻ ഇറ്റാലിയൻ ഹൂ പബ്ലിഷ്ഡ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഡബിൾ എൻട്രി സിസ്റ്റം ഇൻ 1494. അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പിൾ ഓഫ് ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്ന ബുക്കിൽ അയാൾ ഈ മോഡേൺ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്ങിനെ കുറിച്ചിട്ട് മെൻഷൻ ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, സോ അദ്ദേഹമാണ് ഈ ഈസ് ദ ഫാദർ ഓഫ് ദി അക്കൗണ്ടിങ്. So Luca Pacioli is the father of the accounting. He is an Italian. Okay, next we discussed about the meaning of the accounting. It is the art of recording, classifying, summarizing, analyzing, interpreting the financial transactions and communicating the results thereof persons interested in such a ഇൻഫോർമേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു റെക്കോർഡ് ചെയ്യുന്നു അല്ലേ. ദാറ്റ് ഈസ് എല്ലാ ഡാറ്റയും നമ്മൾ ഓർഗനൈസേഷനിൽ അണ്ടർടേക്കൺ ചെയ്യുന്ന ട്രാൻസാക്ഷൻസും എന്ത് ചെയ്യുന്നു, റെക്കോർഡിങ് ചെയ്യുന്നു. റെക്കോർഡിംഗ് എന്ന് പറയുന്നത് ജേണൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ജേണൽ എന്താണ്, ലെഡ്ജർ എന്താണ് എന്നൊക്കെ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ദേ ക്യാൻ റെക്കോർഡിംഗ് ദ ട്രാൻസാക്ഷൻ ഈസ് ഡൺ ഇൻ ജേണലായിട്ട് എന്ത് ചെയ്യുന്നു, അത് റെക്കോർഡ് ചെയ്യപ്പെടുന്നു. ഇനി ആഫ്റ്റർ റെക്കോർഡിംഗ് ഈ
ഐറ്റംസിനെ, സിമിലർ ആയിട്ടുള്ള ഐറ്റംസിനെ അത് ക്ലാസിഫൈ ചെയ്യുന്നു എന്ന് പറഞ്ഞത് ഇത് ക്ലാസിഫൈഡ് ആൻഡ് മെയ്ഡ് ഇൻ ടു ദി ലെഡ്ജർ അക്കൗണ്ട്. ജേണല്, ലെഡ്ജർ ഇതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള കാര്യങ്ങളാണ്. അപ്പോൾ റെക്കോർഡിങ് ട്രാൻസാക്ഷൻസ് എന്ത് ചെയ്യുന്നു, റെക്കോർഡ് ചെയ്യുന്നു, അത് ക്ലാസിഫൈ ചെയ്യുന്നു. ആൻഡ് ദെൻ ആഫ്റ്റർ ദാറ്റ് ബൈ പ്രിപ്പയറിംഗ് ദി ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ദി ബാലൻസ് ഷീറ്റ്. ദിസ് ക്ലാസിഫൈഡ് ഡാറ്റ എന്ത് ചെയ്യും, നമ്മൾ അനലൈസ് ചെയ്യുന്നു, അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആയിട്ടും ബാലൻസ് ഷീറ്റായിട്ടും പ്രിപ്പയർ ചെയ്യുന്നു. ദെൻ ദിസ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് നമ്മൾ നേരത്തെ പറഞ്ഞു ജേർണലാക്കിയിട്ട് റെക്കോർഡ് ചെയ്യപ്പെടുന്നു, എന്നിട്ട് ലെഡ്ജർ, ദെൻ ആഫ്റ്റർ ദാറ്റ് ട്രേഡിംഗ് ട്രയൽ ബാലൻസ് അക്കൗണ്ട്, ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഫൈനലി ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നു. ആൻഡ് ഫൈനലി കമ്മ്യൂണിക്കേറ്റിംഗ് ദ റിസൾട്ട്സ് thereof ടു ദ പേഴ്സൺസ് ഇൻട്രസ്റ്റഡ് ഇൻ സച്ച് എ ഇൻഫോർമേഷൻസ്. ഓർഗനൈസേഷൻസിൻ്റെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള പേഴ്സൺസ് എന്ന് പറയുന്നത് അവരുടെ അതിലുള്ള ഓണേഴ്സ്, അതുപോലെ തന്നെ എംപ്ലോയീസ്, കസ്റ്റമേഴ്സ്, സപ്ലയേഴ്സ്, ക്രെഡിറ്റേഴ്സ്, ഇവരാണ് ഇൻട്രസ്റ്റഡ് പേഴ്സൺ. അവർക്ക് ഈ ഇൻഫോർമേഷൻസ് എന്ത് ചെയ്യുന്നു, ഷെയർ ഓർ പ്രൊവൈഡ് ചെയ്യുന്നു. സോ ദ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ദ ക്ലാസിഫയിങ്, സമ്മറൈസിങ്, അനലൈസിങ് ആൻഡ് ഇൻ്റർപ്രിറ്റിംഗ് ദ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് ദ റിസൾട്ട്സ് thereof to the persons interested in such informations. Then we discussed about the accounting concepts. നമുക്ക് അക്കൗണ്ടിങ് എന്ന് പറയുന്ന കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കൺസെപ്റ്റുകളെ പഠിക്കേണ്ടതുണ്ട്. സോ ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കൺസെപ്റ്റ്സ്. ദേ ആർ ദി ഫസ്റ്റ് വൺ, ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്. On the basis of this accounting, according to this concept, the business is assumed to have a separate existence or entity. ബിസിനസ്സിനെ കൺസിഡർ ചെയ്യുന്നത് ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ടാണ്. അതായത് ഈവൻ പ്രൊപ്പറേറ്റർ വരെ അതിൽ നിന്നും ഡിഫറെൻ്റ് ആണ്. ദാറ്റ് ഈസ് ദ പ്രൊപ്പറേറ്റർ ഈസ് റിഗാർഡഡ് ആസ് എ ക്രെഡിറ്റർ ആൻഡ് ഹീ ഈസ് സെപ്പറേറ്റ് ഫ്രം ഹിസ് ബിസിനസ്. അപ്പോൾ ബിസിനസ് മാത്രം ഒരു ഒറ്റന്നാണ്, അതിൽ നിന്നും ഡിഫറെൻ്റ് ആണ് ഈവൻ ഓണേഴ്സ് വരെ. സോ ദി എമൗണ്ട് ഇൻവെസ്റ്റഡ് ബൈ ദിസ് പ്രൊപ്പറൈറ്റർ ഇൻ ദ ബിസിനസ് ഈസ് ലയബിലിറ്റി ടു ബി പെയ്ഡ് ബാക്ക് ബൈ ദി ബിസിനസ്. അതുകൊണ്ട് തന്നെ ബിസിനസ് എന്ന് പറയുന്നത് ഈസ് ടു ബി കൺസിഡേർഡ് ആസ് എ സെപ്പറേറ്റ് എൻറ്റിറ്റി. ഓക്കെ, അപ്പോൾ ബിസിനസ് മാത്രമൊന്ന്, അതിൽ ഓണേഴ്സ് വേറെ, കസ്റ്റമേഴ്സ് വേറെ, സപ്ലൈസ് അങ്ങനെ ഇവരൊക്കെ ഡിഫറെൻ്റലി ഇതിൽ നിന്നും ഡിഫറെൻ്റ് ആണ്. ദെൻ അനദർ വൺ ഈസ് ദാറ്റ് മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ്. മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, ബിസിനസ്സിൽ അണ്ടർടേക്കൺ ചെയ്യുന്ന എല്ലാ ട്രാൻസാക്ഷൻസും ഈസ് ടു ബി മെഷേർഡ് ഇൻ ടേംസ് ഓഫ് മണി. ഈ കൺസെപ്റ്റ് പറയുന്നത് മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ്സ് ആണ്. അക്കൗണ്ടിങ്ങിൽ എല്ലാ ഡാറ്റയും നമ്മൾ ഇൻ ടേംസ് ഓഫ് മണി ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ക്വാളിറ്റി ഓഫ് സർവീസ്, എഫിഷ്യൻസി ഓഫ് മാനേജ്മെൻറ്റ്, ഇതൊക്കെ എന്താണ്, നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല, ഇൻ മണി ആയിട്ട് പറയാൻ പറ്റില്ല. സോ അതുകൊണ്ട് തന്നെ അക്കൗണ്ടിങ് റെക്കോർഡ്സിൽ നമുക്കത് കാണില്ല. അക്കൗണ്ടിങ് റെക്കോർഡ്സിൽ എത്ര എമൗണ്ട് എക്സ്പെൻസായി, എത്ര ഇൻകം ഉണ്ട്. അതുകൊണ്ട് തന്നെ മണി മെഷർമെൻറ്റ്, അതായത് മണി ക്യാഷ് ആയിട്ടുള്ള ഐറ്റം, മണി മെഷർമെൻറ്റ്സ് ആയിട്ടാണ് എന്തിൽ കാണിക്കുക, അക്കൗണ്ടിങ് റെക്കോർഡ്സിൽ കാണിക്കുന്നത്. ദെൻ അനദർ വൺ ഈസ് ദാറ്റ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്. ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് എന്നുള്ളത് കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ബിസിനസ് കൺസേൺ ഈസ് അസ്യൂംഡ് ടു എക്സിസ്റ്റ് ഫോർ എ ലോങ് ടൈം ഇൻ ഫ്യൂച്ചർ. നമുക്കറിയാം ബിസിനസ് എന്ന് പറയുന്നത് എന്തല്ല, ഒരു വർഷത്തേക്കോ അല്ലെങ്കിൽ 2 വർഷത്തേക്കോ വേണ്ടിയിട്ടല്ല നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇറ്റ് ഇസ് ഫോർ എ ലോങ് ടൈം. അത് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഈ കൺസെപ്റ്റ് പ്രകാരം പറയുന്നത്. ഓക്കെ, ദെൻ അനദർ വൺ ഈസ് ദാറ്റ് പീരിയോഡിസിറ്റി കൺസെപ്റ്റ്.
പീരിയോഡിസിറ്റി കൺസെപ്റ്റ് എന്നുള്ളതുകൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ യൂഷ്വലി റിലേറ്റ്സ് 1 ഇയർ. നമുക്കറിയാം അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത് ജനറലി ഫോർ 1 ഇയർ ആണ്. സോ ദ പീരീഡ് ഓഫ് ടൈം ഫോർ വിച്ച് അക്കൗണ്ട്സ് ആർ പ്രിപ്പയർഡ് ആൻഡ് പ്രസൻറ്റഡ് ടു നോ ദ ഫിനാൻഷ്യൽ കൺസേൺ. നമുക്കറിയാം ഫിനാൻഷ്യൽ പീരീഡ് എന്ന് പറയുന്നത് 1 ഏപ്രിൽ മുതൽ 31 മാർച്ച് വരെയാണ്. അപ്പോൾ ദിസ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പീരീഡ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു. അത് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത് ഫോർ ദി പീരീഡ് ഓഫ് 1 ഇയർ. പിന്നെ 1 ഇയർ മാത്രമല്ല, ചില കേസിൽ അതായത് ഇൻ്ററിം റിപ്പോർട്ട്സ് പ്രിപ്പയർ ചെയ്യാറുണ്ട്. ഇൻ്ററിം റിപ്പോർട്ട്സ് എന്ന് പറഞ്ഞാൽ ഒരു ലെസ് ദാൻ എ ഇയർ, ഒരു വർഷത്തിന് താഴെ പ്രിപ്പയർ ചെയ്യുന്ന റിപ്പോർട്ടിനെയാണ് ഇൻ്ററിം റിപ്പോർട്ട് എന്ന് പറയാറ്. ഈ ഇൻ്ററിം റിപ്പോർട്ട് ക്വാർട്ടർലി ആവാം, ഹാഫ് ഇയർലി ആവാം, ഒക്കെ ആവാം. അതുകൊണ്ട് അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറയുന്നത് 1 ഇയർ ആണ്. ദെൻ അനദർ വൺ ഈസ് ദാറ്റ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കൺസെപ്റ്റ്. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂഷ്വലി എ കസ്റ്റം ടു റെക്കോർഡ് ഓൾ അസറ്റ്സ് അറ്റ് ദെയർ കോസ്റ്റിലാണ്, ഹിസ്റ്റോറിക്കൽ കോസ്റ്റിലാണ് അക്കൗണ്ട്സിൽ പ്രിപ്പയർ ചെയ്യുന്നത്. ആസ് അക്കൗണ്ടിങ് റെക്കോർഡ്സ് ആർ കെപ്റ്റ് അറ്റ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്, അതുകൊണ്ട് തന്നെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിനെ ഹിസ്റ്റോറിക്കൽ അക്കൗണ്ടിങ് എന്നും പറയും. അപ്പോൾ അക്കൗണ്ടിങ്ങിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് കോസ്റ്റ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ആയിട്ടാണ്. ഓക്കെ, ദെൻ another one is that realization concept. Realization concept എന്ന് പറഞ്ഞാൽ it states that revenue is realized at the time when goods or service are actually delivered. റിയലൈസേഷൻ കൺസെപ്റ്റ് പ്രകാരം റവന്യൂ, വരുമാനം നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് ഗുഡ്സോ സർവീസോ നമ്മൾ ഡെലിവർ ചെയ്യുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ it occurs when the goods and services have been sold either for cash or non-credit. അതുകൊണ്ട് തന്നെ നമ്മൾ ക്യാഷ് ആയിട്ടോ ആയിക്കോട്ടെ ഡെലിവറി ചെയ്യുന്നത്, അല്ലെങ്കിൽ ക്രെഡിറ്റിലോ ആയിക്കോട്ടെ, അങ്ങനെ ആവുമ്പോൾ റവന്യൂ ജനറേറ്റ് ചെയ്തു എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഗുഡ്സ് ആൻഡ് സർവീസ് നമ്മൾ ഡെലിവർ ചെയ്യുമ്പോൾ ഇറ്റ് മേ ബി ക്യാഷ് ഓർ ക്രെഡിറ്റ് ആവാം, ബട്ട് ദ റവന്യൂ ക്രിയേറ്റ് ചെയ്താൽ അതിനെ പറയുന്നതാണ് എന്ത്, റിയലൈസേഷൻ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ക്രെഡിറ്റിലാണ് നമ്മൾ സാധനം കൊടുക്കുന്നത് എന്നുണ്ടെങ്കിലും അത് നമുക്ക് എന്താണ് ഫ്യൂച്ചറിൽ നമുക്ക് കിട്ടും അല്ലേ, ആ എക്സ്പെക്റ്റേഷനിലാണ് നമ്മൾ ക്രെഡിറ്റിന് ഗുഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുവരെ നമ്മൾ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുക, നമ്മുടെ റവന്യൂ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അതാണ് റിയലൈസേഷൻ കൺസെപ്റ്റ് എന്നുള്ളതുകൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ദെൻ അനദർ വൺ ഈസ് ദാറ്റ് ഡുവൽ ആസ്പെക്റ്റ് കൺസെപ്റ്റ്. ട്രാൻസാക്ഷൻസ് നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ 2 ആസ്പെക്റ്റ് നമ്മൾ റെക്കോർഡ് ചെയ്യും. 2 ആസ്പെക്റ്റ്, ദാറ്റ് ദർ വിൽ ബി എ ഗിവിങ് ആൻഡ് റിസീവിങ് ആസ്പെക്റ്റ് ഫോർ എവരി ട്രാൻസാക്ഷൻ. നമ്മളൊരു ഗുഡ്സ് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, മെറ്റീരിയൽസ് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ 2 ട്രാൻസാക്ഷൻസ് ഇവിടെ അണ്ടർടേക്കൺ ചെയ്യുന്നുണ്ട്. കാരണം എന്താണ്, നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുകയാണ്, ഒരു മെഷീനറി നമ്മൾ പർച്ചേസ് ചെയ്യുകയാണ്. മെഷീനറി നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് കൊടുത്തിട്ടാണ് പർച്ചേസ് ചെയ്യുന്നത്, ക്യാഷ് കൊടുത്തിട്ടാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, മെഷീനറി കിട്ടും, ക്യാഷ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ ദർ വിൽ ബി ഗിവിങ് ആൻഡ് റിസീവിങ് ആസ്പെക്റ്റ് ആണ് അല്ലേ. അപ്പം ഞാൻ പറഞ്ഞ ഈ ട്രാൻസാക്ഷനിൽ കമ്പനി ഒരു മെഷീനറി പർച്ചേസ് ചെയ്യുന്നു. ഇവിടെ റിസീവിങ് ഉണ്ട്, ഗിവിങ് ആസ്പെക്റ്റും ഉണ്ട്. റിസീവിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, മെഷീനറി നമ്മൾ വാങ്ങുന്നു. ഗിവിങ് എന്ന് പറഞ്ഞാൽ ക്യാഷ് നമ്മൾ കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ ദ റിസീവിങ് ആസ്പെക്റ്റ് എന്ന് പറയുന്നതിനെ നമ്മൾ ഡെബിറ്റ് ആക്കിയിട്ട് കൺസിഡർ ചെയ്യുന്നു. ആൻഡ് ഗിവിങ് ആസ്പെക്റ്റ് ഈസ് ടേംഡ് ആസ് എ ക്രെഡിറ്റ്. ഓക്കെ, ഗിവിങ് ആസ്പെക്റ്റിനെ ഡെബിറ്റായിട്ടും റിസീവിങ് ആസ്പെക്റ്റിനെ ഡെബിറ്റായിട്ടും ഗിവിങ് ആസ്പെക്റ്റിനെ ക്രെഡിറ്റ് ആയിട്ടും പറയുന്നു. ഇപ്പം നമ്മൾ പറഞ്ഞ മെഷീനറിയുടെ കേസിൽ മെഷീനറി ഇവിടെ എന്താണ്, നമ്മൾ റിസീവ് ചെയ്യാണ്, അതുകൊണ്ട് തന്നെ അത് ഡെബിറ്റാണ് അല്ലേ. ഗിവ് ചെയ്യുന്നത് ഇവിടെ എന്താണ്, ക്യാഷാണ്. അപ്പോൾ ക്യാഷ് എന്താണ്,
ക്രെഡിറ്റ് ചെയ്യുന്നു. ഓക്കെ, ദെൻ അനദർ വൺ ഈസ് ദാറ്റ് മാച്ചിങ് കൺസെപ്റ്റ്. മാച്ചിങ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടു കാൽക്കുലേറ്റ് ദ പ്രോഫിറ്റ് ഓർ ലോസ് റിലേറ്റിംഗ് ടു എ പീരീഡ്, റവന്യൂ ആൻഡ് എക്സ്പെൻസസ് റിലേറ്റിംഗ് ടു ദാറ്റ് പീരീഡ് ആർ ടേക്കൺ ഇൻ ടു അക്കൗണ്ട്. അല്ലേ, നമ്മൾ ഇപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് കൊണ്ട് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര എക്സ്പെൻസ് വന്നു, നമുക്ക് എത്ര റവന്യൂ വന്നു, അത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്ത്, പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് നമ്മൾ പറയുന്നത്. സോ റവന്യൂ റിലേറ്റിംഗ് ടു എ പീരീഡ് ഈസ് കമ്പയർഡ് വിത്ത് ദി എക്സ്പെൻഡിച്ചർ ഇൻക്വേർഡ് ഫോർ ഏർണിംഗ് ദാറ്റ് റവന്യൂ. അപ്പോൾ നമ്മുടെ റവന്യൂ എന്ന് പറയുന്നത് നമുക്ക് എത്ര എക്സ്പെൻഡിച്ചർ ഉണ്ടായി, അതിൽ നിന്ന് നമുക്ക് എത്ര ഏർണിംഗ് ഉണ്ടായി എന്നുള്ളതിൻ്റെ ഡിഫറൻസ് ആണ്. അപ്പോൾ മാച്ചിങ് കൺസെപ്റ്റ് വിൽ ബി അണ്ടർടേക്കൺ ത്രൂ ദിസ് അക്കൗണ്ടിങ്. സോ അപ്പോൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതിന് നമുക്ക് എന്താണ് കിട്ടുന്നത്, പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളത് നമ്മൾ മെഷർ ചെയ്യുന്നു. ആൻഡ് ദി അനദർ വൺ ഈസ് ദാറ്റ് ഒബ്ജക്റ്റിവിറ്റി കൺസെപ്റ്റ്. So it is also called objective evidence concept. Every entry in the accounting record should be supported by some objective evidence. നമ്മൾ ഓരോന്നും റെക്കോർഡ് ചെയ്യുന്ന ഓരോ ട്രാൻസാക്ഷനും എന്തുണ്ടായിരിക്കും, അതൊരു പ്രത്യേക കാരണങ്ങൾ കൊണ്ട് നമ്മൾ പർച്ചേസ് ചെയ്തതോ സെയിൽസ് ചെയ്തതോ ഈവൻ ഈച്ച് ആൻഡ് എവറി ട്രാൻസാക്ഷൻ വിൽ ബി കൺസിഡേർഡ് ആസ് ആൻ ഒബ്ജക്റ്റീവ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് അതിൻ്റെ അക്കൗണ്ടിങ് ആസ് എ ഇൻട്രൊഡക്ഷൻ ഡിസ്കസ് ചെയ്തു, മീനിങ് ഓഫ് അക്കൗണ്ടിങ് ഡിസ്കസ് ചെയ്തു, ദെൻ അക്കൗണ്ടിങ് കൺസെപ്റ്റുകൾ, ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്, മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ്, ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്, പീരിയോഡിസിറ്റി കൺസെപ്റ്റ്, ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കൺസെപ്റ്റ്, റിയലൈസേഷൻ കൺസെപ്റ്റ്, ആസ്പെക്ട് കൺസെപ്റ്റ്, മാച്ചിങ് കൺസെപ്റ്റ് ആൻഡ് ഫൈനലി ഒബ്ജക്റ്റിവിറ്റി കൺസെപ്റ്റ്. ഓക്കെ, താങ്ക് യു.